എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് നമ്മൾ മലയാളികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇന്ന് കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. ഏതൊരു സദ്യയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് കൂട്ടുകറി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കൂട്ടുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ചേന വേവിച്ചെടുക്കാം. മുറിച്ചതിന് ശേഷം 3 കപ്പ് അളവാണ് ഇതുള്ളത്. ചേനയിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഈ ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ്. വേവ് കുറവുള്ള ചേനയാണെങ്കിൽ വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. അടുത്തതായിട്ടിനി വേവിച്ചെടുക്കണം. മുറിച്ചതിന് ശേഷം 2 കപ്പ് അളവാണ് കായുള്ളത്. കായിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ വേകുന്നതുകൊണ്ട് വളരെ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. 1/2 മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില, ഇവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. 3/4 ടീസ്പൂൺ ജീരകം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചത് ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ മുറിച്ച് നോക്കുമ്പോൾ ഇതൊന്ന് മുറിഞ്ഞ് കിട്ടണം, അതാണ് ഇതിൻ്റെ കണക്ക്. അടുത്തതായിട്ട് ചേന വെന്തോന്ന് നോക്കാം. ചേന ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അരപ്പൊക്കെ വെന്ത് വരുന്നതിന് ഈ വെള്ളം ആവശ്യമാണ്. ഇതെല്ലാം ഒന്നുകൂടി അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് വെന്ത് ഉടഞ്ഞു വരും. ഇവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെന്ത് വന്ന ചേനയും ഏത്തക്കായും ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കടല വേവിച്ചതാണ്. കടല നല്ലവണ്ണം ഇതുപോലെ പൊടിഞ്ഞു വരുന്ന ഒരു സ്റ്റേജിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇത് 2 കപ്പ് അളവാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇതിലേക്ക് ചേർക്കാതെ മാറ്റി വെക്കുന്നുണ്ട്. മാറ്റി വെച്ച കടല ഇതുപോലെ ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ചെറുതായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് മിക്സിയിലൊന്ന് ജസ്റ്റ് കറക്കി എടുക്കുന്നതേ ഉള്ളൂ. മിക്സിയിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി മീഡിയം ഫ്ലെയിമിൽ ഈ വെള്ളം വറ്റുന്നത് വരെ 5-10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അരപ്പൊക്കെ വെന്ത് വെള്ളം വറ്റി വരുന്ന സമയത്ത് കടുക് പൊട്ടിക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയമാകുമ്പോഴേക്ക് വെള്ളമൊക്കെ വറ്റി കൂട്ടൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഞാനിവിടെ വെള്ളമൊക്കെ വറ്റിച്ച് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ലൂസായിട്ട് കൂട്ടുകറി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 3/4 കപ്പ് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ശർക്കരയൊന്ന് പൊടിച്ചെടുത്തതാണ്. ഇത് 1 ടേബിൾ സ്പൂൺ അളവാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഏകദേശം 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചതും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുകയാണെങ്കിൽ ഈ കറിക്ക് മുഴുവൻ ഒരു നല്ല മണം കിട്ടും. ഇത് ടിപ്പിക്കൽ കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. മലബാർ ഏരിയയിൽ ഉണ്ടാക്കുന്ന കൂട്ടുകറിയാണ് ഇത്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.
ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.